അപ്പോൾ ഇന്ന് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് റേഡിയൽ ഫ്ലോ ഓഫ് ഹീറ്റിനെ കുറിച്ച് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ സിലിണ്ടറിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് ഒരു സ്പെറിക്കൽ ഷെല്ലിൻ്റെ കേസിൽ വരാം. സോ റേഡിയൽ ഫ്ലോ ഓഫ് ഹീറ്റ് ഇൻ ദി കേസ് ഓഫ് എ സ്പെറിക്കൽ ഷെൽ. സിമ്പിളാണ്. ഇതുപോലെ ഒരു സ്പെറിക്കൽ ഷെൽ എടുക്കുക, ഓ ഹോളോസ്പിയർ. അപ്പോൾ അതിന് അകം എന്തായിരിക്കും? പൊള്ളയായിരിക്കും, അകം പൊള്ളയായിരിക്കും. അപ്പോൾ നമുക്കവിടെ തിക്നെസ് ഉള്ള ഷെല്ലാണെന്ന് കരുതുക. അപ്പോൾ ഒരു ഇന്നർ റേഡിയസും കാണും, ഒരു ഔട്ടർ റേഡിയസും കാണും. അപ്പോൾ ഇതുപോലൊരു സ്പെറിക്കൽ ഷെല്ല് കൺസിഡർ ചെയ്യുന്നു. അതിന് ഇന്നർ റേഡിയസും ഉണ്ടാവും, ഔട്ടർ. അപ്പോൾ തിക്കായിരിക്കും, അതിൻ്റെ വാളെന്ന് പറഞ്ഞാൽ വളരെ തിക്കായിരിക്കും. അപ്പോൾ ഒരു ഇന്നർ റേഡിയസും പറയാൻ പറ്റും, ഒരു ഔട്ടർ റേഡിയസും പറയാൻ പറ്റും. അപ്പോൾ സ്പെറിക്കൽ ഷെൽ എന്ന് വേണമെങ്കിൽ പറയാം, ഹോളോ സ്പിയർ ഹാവിങ് തിക്നെസ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴുള്ള ഈ വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്യുമ്പോഴുള്ള ക്രോസ് സെക്ഷനാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. അപ്പോൾ ഇന്നർ റേഡിയസ് R1, ഔട്ടർ റേഡിയസ് R2. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഹോട്ടായിട്ടുള്ളൊരു ബോഡി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അകത്തെ ടെമ്പറേച്ചർ പുറത്തെ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലാണെങ്കിൽ ഈ ഹീറ്റ്, അകത്തുള്ള ഹീറ്റ് എന്ത് ചെയ്യും? ഈ വാള് വഴി വെളിയിലേക്ക് കണ്ടക്ട് ചെയ്യും. അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിനെ റേഡിയൽ ഫ്ലോ എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും? കാരണം ആ വാള് വഴി കണ്ടക്ട് ചെയ്യുമ്പോൾ എലോങ് ദി റേഡിയസ് ആണ് എന്ത് ചെയ്യുക? ഹീറ്റ് ഫ്ലോ ചെയ്യും. അതുകൊണ്ടാണ് റേഡിയൽ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ആ റേഡിയൽ ഫ്ലോയുടെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? തെർമൽ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാം. അപ്പോൾ ഇന്നർ വാളിൽ നിന്നും ഔട്ടർ വാളിലേക്ക് എലോങ് ദി റേഡിയസ് ഹീറ്റ് ഫ്ലോ ചെയ്യും. അപ്പോൾ അത് ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ്, അതുവഴി നമ്മൾ എന്ത് ചെയ്യുന്നു? തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ ഇതൊക്കെ. അതിനുവേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, അപ്പോൾ അകം പൊള്ളയാണ്, ഇവിടെയാണ് മെറ്റീരിയൽ ഉള്ളത്. R1-നും R2-നും ഇടയ്ക്ക് അല്ലേ, ഇത്രയും സ്ഥലത്താണ് മെറ്റീരിയൽ ഉള്ളത്. അപ്പോൾ ഈ അകത്തെ വാളിൻ്റെ ടെമ്പറേച്ചർ θ1 എന്നും പുറത്തെ ടെമ്പറേച്ചർ θ2 ആണെന്ന് എഴുതുക. ആൾസോ കൺസിഡർ ദാറ്റ് θ1 ഈസ് ഗ്രേറ്റർ ദാൻ θ. θ1 ആരെക്കാൾ കൂടുതലാണെന്ന് എഴുതുക, θ2-നേക്കാൾ കൂടുതലാണെന്ന് എഴുതുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹീറ്റ് എന്ത് ചെയ്യും? വെളിയിലേക്ക് കണ്ടക്ട് ചെയ്യും. ഇനി ഇത് നമ്മൾ സിലിണ്ടറിക്കൽ ഫ്ലോയിൽ ചെയ്ത പോലെ തന്നെയാണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റൊരു കോൺസെൻട്രിക് സ്പിയർ അസ്യൂം ചെയ്യും. R1-നും R2-നും ഇടയ്ക്കാണല്ലോ മെറ്റീരിയൽ ഉള്ളത്, അത്രയും ഭാഗത്തു കൂടി കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് R1-നും R2-നും ഇടയ്ക്ക് ഇതേ സെൻറ്ററുള്ള മറ്റൊരു സ്പിയർ അസ്യൂം ചെയ്യും, കോൺസെൻട്രിക് സ്പിയർ. അതിൻ്റെ റേഡിയസ് X ആണെന്ന് എഴുതുക. സ്പിയറിന് തിക്നെസ് ഉണ്ട്, ആ തിക്നെസ് dx ആണെന്ന് കരുതുക. അപ്പോൾ X റേഡിയസ് ഉള്ളതും dx തിക്നെസ് ഉള്ളതുമായിട്ടുള്ള മറ്റൊരു കോൺസെൻട്രിക് സ്പിയർ അസ്യൂം ചെയ്യും. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്പിയറിൻ്റെ X അകലെയുള്ള, അപ്പം R1 അകലെയുള്ള ടെമ്പറേച്ചർ θ1-ഉം R2 അകലെയുള്ള ടെമ്പറേച്ചർ θ2 ആണ്. അപ്പോൾ X അകലെയുള്ള ടെമ്പറേച്ചർ θ ആണെന്നും
ഡി എക്സ് കൂടി കഴിയുമ്പോൾ ഇത്രയാകുമ്പോൾ ഉള്ള ടെമ്പറേച്ചർ തീറ്റ മൈനസ് ഡി തീറ്റ ആണെന്ന് കരുതുന്നു. കാരണം പുറത്തേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എക്സ് എബായിട്ടുള്ള ടെമ്പറേച്ചർ തീറ്റയും ആ ഡി എക്സ് തിക്നെസ് കഴിയുമ്പോൾ ആ അസ്യൂം ചെയ്ത സ്പിയറിൻ്റെ സർഫസിലുള്ള ടെമ്പറേച്ചർ തീറ്റ മൈനസ് ഡി തീറ്റ. മൈനസ് ഡി തീറ്റ എടുക്കാനുള്ള കാരണം പുറത്തേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, കുറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അകത്ത് ടെമ്പറേച്ചർ കൂടുതലും പുറത്ത് ടെമ്പറേച്ചർ കുറവ്, എന്നാൽ മാത്രമേ ഹീറ്റ് ഫ്ലോ ചെയ്യൂ. അപ്പോൾ ഈ ഒരു സ്പിയറിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഇവിടെ ഇത്രയും ഈ ഒരു ഡി എക്സ് തിക്നെസ്സിൽ കണ്ടക്ട് ചെയ്യപ്പെടുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് നമുക്കറിയാം. എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടക്ടിങ് പെർ സെക്കൻഡ്. ആ ക്യൂ ഈസ്കൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തെർമൽ കണ്ടക്ടിവിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ബൈ സെപ്പറേഷൻ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്നുള്ളതിന് പകരം വേണമെങ്കിൽ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ചെയ്ത് കുഴപ്പമില്ല. ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ബൈ സെപ്പറേഷൻ. So Q equal to K into area dA. K എടുക്കുന്നു. ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഈ വോളിലാണ് ഇവരെല്ലാം ഡിഫറൻസ്. അകത്തെ ടെമ്പറേച്ചർ തീറ്റയും പുറത്തെ ടെമ്പറേച്ചർ തീറ്റ അപ്പം തീറ്റ മൈനസ് ഡി തീറ്റ മൈനസ് തീറ്റ. പുറത്ത് തീറ്റ മൈനസ് ഡി തീറ്റ ആണല്ലോ, അതിൽ നിന്ന് തീറ്റ കുറയ്ക്കും. അപ്പം എന്തോരും മൈനസ് ഡി തീറ്റ. സോ മൈനസ് ഡി തീറ്റ ബൈ സെപ്പറേഷൻ. ഈ വോളുകൾ തമ്മിലുള്ള സെപ്പറേഷൻ dx ആണ്. So Q is equal to minus K. ഈ മൈനസ് നമ്മൾ പുറത്തെടുക്കും. K into A. What is A? A is the area. എത്ര ഏരിയയിൽ കൂടിയാണോ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നോക്കും ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എക്സ് റേഡിയസ് ഉള്ള സ്പിയറിന്റെ സർഫസ് ആണ് അല്ലേ. എക്സ് റേഡിയസ് ഉള്ള സ്പിയർ, ആ സ്പിയറിന്റെ ഇന്നർ വാളിൽ നിന്ന് ഔട്ടർ വാളിലേക്കാണ്. അപ്പോൾ എക്സ് റേഡിയസ് ഉള്ള സ്പിയറിന്റെ സർഫസ് എത്രയായിരിക്കും? 4π റേഡിയസിന്റെ സ്ക്വയർ. 4π അല്ലേ, ഒരു സ്പിയറിന്റെ സർഫസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4π ഇൻറ്റു റേഡിയസിന്റെ സ്ക്വയർ. സോ ഇൻ ദിസ് കേസ് 4π ഇൻറ്റു റേഡിയസ് എക്സ് ആയതുകൊണ്ട് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് ഡി തീറ്റ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ്. നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ ഡി എക്സിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ വരുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ. അപ്പോൾ ഈക്വൽ സൈനിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിനോമിനേറ്റർ ഉണ്ടാകുന്ന ഡി എക്സ് ന്യൂമറേറ്ററിലേക്ക് പോകും. ന്യൂമറേറ്റർ ഉണ്ടാകുന്ന എക്സ് സ്ക്വയർ ഡിനോമിനേറ്റർ ഈക്വൽ ടു ഈ ക്യൂ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. മൈനസ് 4π K ബൈ ക്യൂ താഴെ ഇൻറ്റു ഡി തീറ്റ. ഇതാണ് ഡി തീറ്റ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ള ഡി എക്സ് തിക്നെസ് ഉള്ള സ്പെറിക്കൽ വാൾ വഴി കണ്ടക്ട് ചെയ്യപ്പെടുന്നു. നമുക്ക് വേണ്ടത് R1 റേഡിയസ് ഉള്ളതും R2 റേഡിയസ് ഉള്ളതുമായിട്ടുള്ള ഇന്നർ വാളിൽ നിന്ന് ഔട്ടർ വാളിലേക്കുള്ള കണ്ടക്ഷനാണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇത് ഡി എക്സ് എന്ന് പറഞ്ഞാൽ സ്മാൾ തിക്നെസ് വഴിയുള്ളതാണ്. നമുക്ക് വേണ്ട ഇത്രയും തിക്നെസ് R1 to R2 ആണ് വേണ്ടത്. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ R1 to R2 ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് 4π K Q ഇൻറ്റു ഡി തീറ്റ. അപ്പോൾ ഇവിടെ ഡി തീറ്റയുടെ വേരിയബിൾ തീറ്റ വേരിയബിൾ തീറ്റ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് θ1 to θ2. θ1 to θ2. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ എക്സ് റൈസ് ടു -2 + 1 ബൈ -2 + 1. എക്സ് സ്ക്വയർ പറഞ്ഞാൽ എക്സ് റൈസ് ടു -2 ആണല്ലോ. എക്സ് സ്ക്വയർ എക്സ് റൈസ് ടു -2 അപ്പോൾ എക്സ് റൈസ് ടു അപ്പം എക്സ് റൈസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? എക്സ് റൈസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രേഷൻ എക്സ് റൈസ് ടു n+1 ബൈ n+1 ആണ്. അപ്പോൾ ഇവിടെ 1/x സ്ക്വയറിന് നമുക്ക് എക്സ് റൈസ് ടു -2 എഴുതാം. സോ എക്സ് റൈസ് ടു -2 + 1 ബൈ -2 + 1. അപ്പോൾ അവിടെ നിന്ന് എവിടെയാണ് R1 to R2 ഈക്വൽ ടു അപ്പുറത്ത് നിന്ന് മൈനസ് പുറത്തെടുക്കാം, 4π പുറത്തെടുക്കാം, K പുറത്തെടുക്കാം, Q ബാക്കി ഇൻ്റഗ്രൽ ഡി തീറ്റ ഫ്രം θ1 to
theta 2. അപ്പോൾ ഇവിടെ എന്ത് വരും? x raised to -1 by -1 r1 to r2 equal to ഇവിടെയോ -4πk by q theta 1 to theta 2. ഇനി എന്ത് ഈ മൈനസ് നമുക്ക് ഇനി പുറത്തെടുക്കാം. മൈനസ് അങ്ങനെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് വേണം. അപ്പോൾ മൈനസ് ഇനി പുറത്തെടുക്കും. 1 by -1 മൈനസ് തന്നെ മൈനസ് അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 1/x ആയിട്ട് മാറും. എക്സ് റേസ് ടു മൈനസ് 1/x r1 to r2 ഈക്വൽ ടു -4πk by q theta 2 minus theta 1 അല്ലേ? theta 2 minus theta 1. ഇവിടെ എന്ത് വരും? എക്സ് ആണ് വേരിയബിൾ. എക്സിന് പകരം എക്സിൻ്റെ വിലകളാണ് r1 r2 r1. അപ്പോൾ 1/x പകരം r2 മൈനസ് 1/r1 ഈക്വൽ ടു 4πk by q. ഈ മൈനസ് ആ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തീറ്റ 2 മൈനസ് തീറ്റ 1 എന്നുള്ളത് തീറ്റ 1 മൈനസ് തീറ്റ 2 അല്ലേ? തീറ്റ 2 മൈനസ് ഓ തീറ്റ 1 പ്ലസ് ഓ. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/r1 പ്ലസ് മൈനസ് 1/r2 അല്ലേ? ഇവിടെ മൈനസ് 1 മൾട്ടിപ്ലൈ അപ്പോൾ 1/r2 മൈനസ് 1/r2 മൈനസ് 1/r1 എന്നുള്ളത് പ്ലസ് 1/r2. 1/r1 മൈനസ് 1/r2 ഈക്വൽ ടു 4πk by q തീറ്റ 1 മൈനസ് തീറ്റ. ഇവിടുന്ന് q ഈസ് ഈക്വൽ ടു എന്ത് വരും? 0 മുകളിൽ കൊണ്ടുപോവുക. ബാക്കി 4πk തീറ്റ 1 മൈനസ് തീറ്റ 2 ബൈ 1/r1 മൈനസ് 1/r2. k എന്ത് വരും? k ഈസ് ഈക്വൽ ടു k എന്ത് വരും? ഈ കെയുടെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം പുറത്തേക്ക് കൊണ്ടുവരണം അല്ലേ? അപ്പം q ഇൻറ്റു 1/r1 മൈനസ് 1/r2 ബൈ 4π തീറ്റ 1 മൈനസ് തീറ്റ 2 or k is equal to q ഇതെന്ത് വരും? k is equal to q into ഇത് r2 minus r1 by r1 r2 by 4π into theta 1 minus theta 2. That is k is equal to q r2 minus r1 by 4π r1 r2 theta 1 minus theta. ഇതാണ് തെർമൽ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ ഇൻ ദി കേസ് ഓഫ് എ സ്പെറിക്കൽ. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, നോക്കിക്കൊള്ളുക. കൺസിഡർ എ സ്പെറിക്കൽ ഷെൽ ഹാവിംഗ് ഇന്നർ റേഡിയസ് r1 and outer radius r2. Let theta 1 be the temperature at the inner surface and theta 2 be the temperature at the outer surface. Theta 1 is greater than theta 2. Hence, heat to flow from inner wall to outer wall along the radius. So it is called a radial flow. Consider another sphere, another concentric sphere having radius x and thickness dx. Let theta be the temperature at the inner surface and theta minus d theta be the temperature at the outer surface. Then we can find the amount of heat conducting per second through this sphere having a radius x, and it is given by q. Q represents heat conducted in unit time or heat conducting per second. Q is equal to thermal conductivity into area into difference in temperature by separation. Here Q is equal to thermal conductivity is represented by K, that A be the area into difference in temperature. The temperature of the inner wall is theta and outer wall is theta minus d theta. So the difference is minus d theta, because theta minus d theta minus theta. So this minus d theta because temperature decreases, and the separation is dx. So Q is equal to
minus k a r. Here we can replace a by 4 pi x square because heat is conducted through a sphere having radius x, and we know that a sphere surface area of a sphere is 4 pi x square. So we replace a by 4 pi x square into d theta by dx. On rearranging, dx by x square, dx is in the denominator. In the left hand side it will be in the numerator. Dx by x square is equal to minus 4 pi k by q dt. So it represents amount of heat flowing through a sphere having thickness dx. We have to find amount of heat flowing from through a sphere having in radius r1 and r2. So we integrate it. Integrating in the limit r1 to r2. Dx by x square is equal to, here limit is theta 1 to theta 2 because here variable is temperature. So theta 1 to theta 2 minus 4 pi k by q dt. So x square means x raised to minus 2. So its integration is x raised to minus 2 plus 1 by minus 2 plus 1 from r1 to r2. Minus 4, these are constants. So it can be taken outside the integration. So minus 4 pi k by q integral theta 1 to theta 2 dt. So x raised to minus 1 by minus 1 r1 to r2 minus 4 pi k q integrating the theta we get theta 1 to theta 2. Again we take minus 1 outside the box, minus 1, and x raised to minus 1 is 1 by x. So 1 by x r1 to r2 is equal to 4 pi k by q theta 2 minus theta 1, upper limit minus lower limit. Here giving upper limit and lower limit we get minus 1 by r2 minus 1 by r1 is equal to 4 pi k q. The minus is taken inside the bracket, so it became theta 1 minus theta 2. Here also 1 by r1 minus 1 by r2 is equal to 4 pi k q theta 1 minus theta 2. From this equation we get q is equal to 4 pi k theta 1 minus theta 2 by 1 by r1 minus 1 by r2. We have to find thermal conductivity k, so we again rearrange. Again rearranging we get k is equal to q into 1 by r1 minus 1 by r2 4 pi theta 1 minus theta 2. And this 1 by r1 minus 1 by r2 gives r2 minus r1 by cross multiplying. We get r2 minus r1 by r1 r2 by 4 pi into theta 1 minus theta 2. This r1 r2 goes in the denominator, for k is equal to q into r2 minus r1 by 4 pi r1 r2 theta 1 minus theta 2. This is the thermal conductivity in the case of radial flow in a spherical shape. You can check.